ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലവർ ടീച്ചേഴ്സ്. NCERT ക്ലാസ്സസിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ സ്പോക്കൺ ഹിന്ദിയുടെ ക്ലാസ്സസും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മളിവിടെ സ്പോക്കൺ ഹിന്ദിയുടെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹിന്ദി ഒട്ടും അറിയാത്തവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോസ് എല്ലാം ചെയ്യുക. അപ്പോൾ ചില സ്റ്റുഡൻസിൻ്റെയൊക്കെ കമൻറ്റ് കണ്ടിരുന്നു, ഹിന്ദി ടഫായ സബ്ജക്റ്റാണെന്ന്. പക്ഷേ ഹിന്ദി ടഫൊന്നുമല്ല കേട്ടോ, ഹിന്ദി നല്ല ഈസിയായ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഹിന്ദി ഒട്ടും അറിയാത്തവർക്കും കുട്ടികൾക്ക് ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദി അറിയാത്ത പാരൻസിനും പിന്നെ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ സീരീസ് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹിന്ദി എഴുതിയും വായിച്ചും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുമൊക്കെ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. ബേസിക്കായിട്ടുള്ള അക്ഷരങ്ങൾ മുതൽ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കാം. ഹിന്ദി വർണ്ണമാല. സ്വർ അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അം അഹ. വ്യഞ്ജൻ ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ക്ഷ ത്ര ഗ്യ ശ്ര. നിങ്ങൾക്കറിയാമോ, വ്യഞ്ജനാക്ഷരങ്ങൾ പൂർണ്ണമാകുന്നത് സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അതായത് ഇവിടെയല്ല നമ്മളിപ്പോൾ ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ എന്നൊക്കെ ഉച്ചരിക്കുന്നില്ലേ, അത് ഈ ആയുടെ സഹായത്തോടു കൂടിയാണ്. പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ ക പ്ലസ് ആയാണ് ക. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അതായത് കായുടെ പകുതി പ്ലസ് ഈ ആ എന്ന സ്വർ ചേർത്തിട്ടാണ് ക എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. അതേപോലെ തന്നെ ഖ പ്ലസ് ആയാണ് ഖ എന്ന വ്യഞ്ജനം പൂർണ്ണമാകുന്നത് ഈ പകുതി ഖയുടെ കൂടെ ആ ചേർന്നതുകൊണ്ടാണ്, ആ എന്ന സ്വർ ചേർന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അടിയിലുള്ള ഈ ചിഹ്നത്തിന് എന്താ പറയാമെന്നറിയോ? ഹലന്ത്. ഈ ചിഹ്നത്തിന് ഹലന്ത് എന്നാണ് പറയുന്നത്. അതേപോലെ ഓരോരോ വ്യഞ്ജനാക്ഷരങ്ങളും ഉച്ചരിക്കുന്നത് നമ്മൾ ആയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ വ്യഞ്ജൻ പകുതി മാത്രമേ ആവുകയുള്ളൂ. ഇവിടെ ഇതിൻ്റെ എല്ലാം അടിയിൽ ഇങ്ങനെ ഹലന്തുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അക്ഷരത്തിൻ്റെ പകുതിയാണ് ഹലന്ത് എന്ന ചിഹ്നം ഉണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? നമ്മൾ ഓരോരോ അക്ഷരത്തിൻ്റെ കൂടെയും ഈ വ്യഞ്ജനാക്ഷരങ്ങൾ പകുതിയാണ്, അതിൻ്റെ കൂടെ ആ ചേർത്തിട്ടാണ് നമ്മൾ മുഴുവനായിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ഇനി നമുക്ക് മാത്രം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആയുടെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ആ ക പ്ലസ് ആയാണ് ക എന്ന വ്യഞ്ജനം നമ്മൾ ഉച്ചരിക്കുന്നത്. അതേപോലെ ആയുടെ മാത്രം ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക പ്ലസ് ആയുടെ മാത്രം ചേർത്താൽ നമുക്കെന്ത് വായിക്കാം? ക എന്ന് നീട്ടി വായിക്കാം. അതേപോലെ ഈയുടെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ, ഇങ്ങനെ ലെഫ്റ്റിലോട്ടാണ്. ഇതാണ് ഈയുടെ മാത്രം. അപ്പോൾ നമുക്ക് ക പ്ലസ് ഈയുടെ മാത്രം ചേർത്താൽ നമുക്കെങ്ങനെ എഴുതാം? കി എന്ന് എഴുതാം. അതേപോലെ ഈയുടെ മാത്രം ഇങ്ങനെ റൈറ്റിലോട്ട്. അപ്പോൾ നമുക്ക് ഈ ആധാ ക പ്ലസ് ബഡി ഈയുടെ മാത്രം ചേർത്താൽ നമുക്കെങ്ങനെ എഴുതാം? കീ ഇങ്ങനെ എഴുതാം. അടുത്തത് ഊൻ്റെ മാത്രം ഇങ്ങനെയാണ്. ആധാ ക പ്ലസ് ഊൻ്റെ മാത്ര ചേർത്താൽ നമുക്ക് ഇങ്ങനെ കു എന്ന് വായിക്കാം. അടുത്തത് ഊ എന്ന സ്വരാക്ഷരത്തിൻ്റെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ.
അപ്പോൾ ഈ കയുടെ കൂടെ ആധാ കയുടെ കൂടെ ഊൻ്റെ മാത്ര ചേർത്താൽ നമുക്കെങ്ങനെ എഴുതാം? കൂ. ഈ മാത്രകളൊക്കെ ശരിക്ക് ചേർക്കുന്നതും എല്ലാം മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ ഹിന്ദി വായിക്കാനും അക്ഷരത്തെറ്റൊന്നുമില്ലാതെ എഴുതാനും പറ്റുകയുള്ളൂ. അതേപോലെ അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. ആദാക്ക് ഈ ചിഹ്നത്തിന് എന്തായിരുന്നു പറയുക? ഹലന്ത്. ഹലന്ത് എന്നാണ് പറയുന്നത്. അതായത് അക്ഷരത്തിൻ്റെ പകുതിയാണ്. ആദാക്ക് പ്ലസ് ഋക്ക് മാത്ര ചേർത്താൽ നമുക്കെങ്ങനെ എഴുതാം? കൃ. അടുത്തത് എക്ക് മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആദാക്ക് പ്ലസ് എക്ക് മാത്ര ചേർത്താൽ കെ. അടുത്തത് ഐക്ക് മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോൾ ആദാ ക പ്ലസ് ഐക്ക് മാത്ര ചേർത്താൽ എന്ത് വായിക്കും? കൈ. അതേപോലെ ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആദാ ക പ്ലസ് ഓക്ക് മാത്ര ചേർത്താൽ കോ. പിന്നെ ഔൻ്റെ മാത്രം എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോൾ ആദാ ക പ്ലസ് ഔക്ക് മാത്ര കോ. അംക്ക് മാത്ര ഇങ്ങനെയാണ്. അപ്പോൾ കം എന്ന് വരും. പിന്നെ ഇതിങ്ങനെയാണ്. അപ്പോൾ ആദാ ക പ്ലസ് അപ്പോൾ മനസ്സിലായില്ലേ? ആദാ കയുടെ കൂടെ ചേർത്താൽ ക, പിന്നെ ആക്കി മാത്രം ചേർത്താൽ ക, ഈക്കി മാത്രം ചേർത്താൽ കി. അപ്പം ഇങ്ങനെ ക കി കി കു കു കൃ കെ കൈ കോ കൗ കം കഹ. ഇതേപോലെ ഓരോരോ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും മാത്രകൾ ചേർത്തിട്ട് നിങ്ങൾ എഴുതി നോക്കുക. നമ്മൾ ഖ ആണെങ്കിൽ എങ്ങനെ വരും? ഖ ഖ ഖി ഖി ഖു ഖു ഖൃ ഖേ ഖൈ ഖോ ഖൗ ഖം ഖ. ഇതേപോലെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ എഴുതി പഠിക്കുക. നിങ്ങൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മാത്രകളും ഒക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്നതും പിന്നെ അത് മാത്രകൾ ഉപയോഗിച്ച് എഴുതുന്നത് അതിൻ്റെ അർത്ഥം ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ കായും ലായും എടുത്തു, 2 അക്ഷരങ്ങൾ എടുത്തു. അപ്പോൾ ഇവിടെ ക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? ആദാ കയുടെ കൂടെ ചേർത്തിട്ടാണ് ക എന്ന് ഉച്ചരിക്കുന്നത്. അതേപോലെ തന്നെ ലായും ആദാ ലയുടെ കൂടെ ചേർത്തിട്ടാണ് ലാ എന്ന് ഉച്ചരിക്കുന്നത്. ഈ കായും ലായും ഒരുമിച്ച് എഴുതാം. അപ്പോൾ എന്താ വായിക്കുക? കൽ. അപ്പോൾ കൽ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നലെ എന്നാണ്. കൽ ഇന്നലെ. പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നതെങ്കിൽ. ഇപ്പം നാളത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ, വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആണ് പറയുന്നതെങ്കിൽ കൽ എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാളെ എന്നാണ്. അപ്പോൾ 2 അർത്ഥവും വരുന്നുണ്ട്. കൽ എന്ന വേർഡിന് ഇന്നലെ എന്ന അർത്ഥമുണ്ട്, നാളെ എന്ന അർത്ഥവുമുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, കൽ മേ വഹാ ഗയി തി.
അല്ലെങ്കിൽ നാളെ അവിടെ പോകും. കൽ മേ വഹാ ജാഊംഗി അങ്ങനെയാണ് വരിക. അതേപോലെ കായുടെ കൂടെ നമ്മൾ ആക്കി മാത്രം ചേർത്തു, പിന്നെ ലായെത്തി. അപ്പം എന്താ വായിക്കുക? കാൽ. കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം അല്ലെങ്കിൽ ഒരു പീരീഡ്. കാൽ, വർത്തമാനകാൽ, ഭവിഷ്യകാൽ എന്നൊക്കെ പറയില്ലേ, കാൽ എന്ന അർത്ഥമായി. പിന്നെ അടുത്തത് നമ്മൾ കായുടെ കൂടെ വടിയേക്ക് മാത്രം, വലിയ ഈട മാത്രം ചേർക്കുകയാണെങ്കിൽ കീൽ, കീൽ എന്നാണ് വായിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? നെയിൽ, ആണി. കീൽ എന്ന വേർഡിൻ്റെ അർത്ഥം ആണി. അപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ വാക്കുകൾ തുടങ്ങിയിട്ട് ഹിന്ദി പഠിച്ചു തുടങ്ങാം. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ കാണണമെന്നില്ല കേട്ടോ, അറിയാത്തവർ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.